ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. RVNL പോലെ ഒരു മൾട്ടി ബാഗ് റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണിത്. ഒരുപാട് തവണ ഈ സ്റ്റോക്കിനെ പറ്റി പറഞ്ഞതാണ്. കാരണം എല്ലാവരും ഒരു കൺവിക്ഷനോട് കൂടിയിട്ട് ഈ സ്റ്റോക്ക് RVNL എങ്ങനെയാണ് ഹോൾഡ് ചെയ്തത് അതുപോലെ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 5 to 6 years ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, നിലവിലുള്ള മൊമെൻറ്റം നോക്കാതെ, അപ്പ് ആൻഡ് ഡൗൺസ് നോക്കാതെ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും RVNL പോലത്തെ നല്ല റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണിത്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞ സ്റ്റോക്കാണ്. ആക്ച്വലി ഒരു മൾട്ടി ബാഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പെന്നി സ്റ്റോക്ക് വാങ്ങി അത് ഡബിളും ആയിട്ട് വിൽക്കുക എന്നുള്ളതല്ല. പെന്നി സ്റ്റോക്സ് ഡബിൾ ആവാം, ഒരു ബുൾ മാർക്കറ്റിലാവും. പക്ഷേ അതിന് ബേസിക്കായിട്ട് യാതൊരു ഫണ്ടമെൻറ്റ്സും ഇല്ലാത്ത ഒരുപാട് കമ്പനീസിൽ പൈസ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ റേറ്റിൽ കയറിയിട്ട് സാധാരണ ഇൻവെസ്റ്റേഴ്സിന് കൈ പൊള്ളുന്നുണ്ട്. ആക്ച്വലി എങ്ങനെയാണ് മൾട്ടി ബാഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ചില സ്റ്റോക്ക് വളരെ ലോ റേറ്റിൽ അധികാലം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ചില സ്റ്റോക്സ്. ചില സ്റ്റോക്സിൽ ഈ FISഉം DISഉം ഒക്കെ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കും. പക്ഷേ അവർ അതിനെ കയറ്റാതെ കൂടുതൽ ഷെയർസ് സംടൈംസ് നമ്മൾ റീറ്റെയിൽസിൻ്റെ കയ്യിലേക്ക് ഉണ്ടാവാം. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പല കളികളും കളിച്ച് കയറ്റാതെ എങ്ങനെ നിർത്തും. ഒരു ലോങ് ടൈം ഓഫ് കൺസൾട്ടേഷൻ, അതായത് ചിലപ്പോൾ 1 year 2 year 3 year ആ കൺസൾട്ട് ചെയ്ത് നിൽക്കും. മറ്റൊരു വിഭാഗം സ്റ്റോക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അതിന് റിട്ടേൺ 3 or 4 years കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും കിട്ടാം. 2-3 years കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് കാണിക്കാം. അതുവരെ ഒന്നും കിട്ടില്ല, എറക്ഷൻ സ്റ്റേജിലായിരിക്കും. 3 years കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്സ്. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ സ്റ്റോക്സിലൊക്കെ FISഉം DISഉം എന്തായാലും പൊസിഷൻ എടുക്കും. കാരണം അവർ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മാതിരിയല്ല. അവർ ആ ഒരു സ്റ്റോക്ക് നെക്സ്റ്റ് 5 years or 10 years ഹോൾഡ് ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരാണ്. അവിടെയാണ് FIS, DIS ഓപ്പറേറ്റേഴ്സ് തമ്മിൽ സാധാരണ റീറ്റെയിൽസ് ഇൻവെസ്റ്റേഴ്സ് തമ്മിലുള്ള വ്യത്യാസം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് വർഷം പറഞ്ഞ എക്സാമ്പിളാണ് പെട്രോനെറ്റ് LNG എന്ന സ്റ്റോക്ക് 30 രൂപക്കാണ് IPO കൊണ്ടുവന്നത്. കാരണം അത് അന്ന് ജസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് മാത്രമായിരുന്നു. 30 രൂപ IPO കൊണ്ടുവന്നിട്ട് IPOയിൽ നിന്നും 12 രൂപ 13 രൂപയിൽ 3-4 years കിടന്ന സ്റ്റോക്കാണ് പെട്രോനെറ്റ് LNG എന്ന സ്റ്റോക്ക്. പക്ഷെ അന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ പ്ലാന്റ് ദാഹേജിൽ പ്ലാൻ ഇറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. കൊച്ചിയിൽ ഒരു ടെർമിനൽ വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതുവരെ ടെർമിനലിൻ്റെ പണി കഴിയുന്ന വരെ അതിന് യാതൊരു ഇൻകം ഉണ്ടാകാൻ ചാൻസ് ഇല്ലാന്ന് 100% എല്ലാവർക്കും അറിയാം. ടെർമിനൽ ഉണ്ടാക്കി കഴിയാൻ, അതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് കഴിയാൻ 2-3 years എടുക്കുമെന്നും അറിയാം. അതിന് വേണ്ടി തന്നെ ഇത് IPO കൊണ്ടുവന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 കൊല്ലം ഒരു ഇൻകം ഇല്ലാതെ അറിഞ്ഞിട്ടും ആ സ്റ്റോക്ക് ഇത് 12 ഉറുപ്പിക്കും 13 ഉറുപ്പിക്കും ഇത്ര ചീപ്പിലാണ് കിട്ടുന്നത്, വാങ്ങിയോണ്ട് നിൽക്കണം. പക്ഷേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്താ ചിന്തിക്കുന്നത്? അയ്യോ, ഇതിന് 3 കൊല്ലം കഴിയണം ഉണ്ടായി കഴിയാൻ, അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിയണം അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാൻ, അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം കൂടെ കഴിയണം ഇൻകം വരാൻ, പിന്നെ ഒരു സ്റ്റെബിലൈസ്ഡ് ആണെങ്കിൽ 5 കൊല്ലം കഴിയണം. 5 കൊല്ലം വരെ നമ്മൾ എന്തിനാ ഈ സ്റ്റോക്ക് വാങ്ങുന്നതെന്ന് ചിന്തിക്കും. മറിച്ച് DISഉം FISഉം ചിന്തിക്കുന്നത് എന്താണ്? 5 കൊല്ലം കഴിഞ്ഞ് പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻകം ഭയങ്കര ഡബിളായിരിക്കും, 10 ഇരട്ടിയാവും, ഡിവിഡൻഡ് തരും, ബോണസ് തരും. ഇതൊക്കെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ലോങ് ടേം വിഷനിലാണ് ഈ സ്റ്റോക്സ് വാങ്ങുന്നത്. 30 രൂപക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്രണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ് ഈ പെട്രോനെറ്റ് LNG സ്റ്റോക്ക്. അന്ന് ജസ്റ്റ് 12 രൂപയിലേക്ക് വന്നിരുന്നു. അന്നൊക്കെ ഒരു 500 ഷെയർ വാങ്ങാൻ 6000 രൂപ മതി. എല്ലാ മാസവും ഒരു 500-250 ഷെയറോ വാങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മളിപ്പോൾ വേറെ ലെവലിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ നല്ല സ്റ്റോക്ക്, ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കിനെ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്തില്ല ഏത് ഓപ്പറേറ്റേഴ്സ് വിചാരിച്ചാലും ആ സ്റ്റോക്കിനെ താൽക്കാലികമായി താത്താന്നല്ലാതെ പെർമനൻ്റായി താത്താൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത സ്റ്റോക്ക് തന്നെയാണ് RVNL സ്റ്റോക്ക്. ഞാൻ അന്നും പറഞ്ഞ് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ബന്ധപ്പെട്ട സ്റ്റോക്ക് മാത്രമല്ല RVNL, അതൊരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും കൂടിയാണ്. നെക്സ്റ്റ് LNT ആവാൻ സാധ്യതയുള്ള കമ്പനിയാണെന്നും കൂടെ പറഞ്ഞിരുന്നു. ശരിക്കൊരു സൂപ്പർ ഒരു ചാൻസ് തന്നെയായിരുന്നു RVNL. കാരണം ഞാൻ പറഞ്ഞ പല ഷെയർസ് 30-40 നിൽക്കുമ്പോൾ വാല്യൂഷൻ ഇല്ലായിരുന്നു. പക്ഷേ RVNL 30 രൂപയിൽ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വാല്യൂഷൻ ഉള്ളൊരു കമ്പനിയായിരുന്നു RVNL. അപ്പോൾ RVNL മിസ്സായ ആൾക്കാരും കൂടെ ഈ സ്റ്റോക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഈ സ്റ്റോക്ക് ഒരു പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറാണ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലാക്കണം, IDFC ഫസ്റ്റ് ബാങ്ക്. ഇപ്പോൾ ഒന്നും അതിൽ കാണുന്നില്ല, ഒന്നും കാണാൻ സാധിക്കില്ല.
അതുകൊണ്ടല്ല അത് ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് FIS DIS ഒക്കെ ഒരു പോർഷൻ ഈ കമ്പനി വെച്ചത് എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. HDFC ബാങ്കൊക്കെ ഒരു 15-20 കൊല്ലം മുന്നൊക്കെ 70 രൂപയൊക്കെ 80 രൂപയൊക്കെ കിടന്ന സ്റ്റോക്കാണ്. ഇന്നത്തെ റേറ്റ് 1400 1600 അത് മാത്രമല്ല സ്പ്ലിറ്റായിട്ടും ബോണസായിട്ടും ഡിവിഡൻ്റ് ആയിട്ടൊക്കെ ഒരുപാട് കൊടുത്തതിന് ശേഷമാണ് ആ സ്റ്റോക്ക് കിടക്കുന്നത്. അപ്പോൾ ശരിക്കും വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 3000-4000-ലാണ് HDFC ബാങ്കിൻ്റെയൊക്കെ ഒരു റേറ്റ്. IDFC ഫസ്റ്റ് ബാങ്ക് തീർച്ചയായിട്ടും ഒരു HDFC ബാങ്ക് റേറ്റിൽ വരാൻ സാധ്യതയുള്ള കമ്പനിയാണ്. കാരണം നിലവിലെ ഇന്ത്യൻ എക്കോണമി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്പേസ് ബാങ്കിങ് സ്പേസ് നല്ലൊരു ബാങ്കിങ് സ്പേസ് ആവശ്യമുണ്ട്. അത് പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടറിൽ ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് മഹേന്ദ്ര ബാങ്ക്, ഇങ്ങനെ കുറച്ച് ബാങ്ക്സ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സാണ്. IDFC ഫസ്റ്റ് ബാങ്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഇടാനുള്ള കാരണം ഒരു ലേറ്റസ്റ്റ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അവർ പ്രിഫറൻഷ്യൽ ഇഷ്യൂ ഓഫ് ഷെയർസ് IDFC ഫസ്റ്റ് ബാങ്ക് കൊണ്ടുവന്നു. അതായത് 32 ബില്യൺ ഇന്ത്യൻ റുപ്പി ആണ് അവർ റേസ് ചെയ്തത്. എങ്ങനെ 396.8 മില്യൺ ഷെയർസാണ് അവർ ചേഞ്ച് ഓഫ് ഹാൻഡ്സ് നടത്തിയത്. ഇത് കൊടുത്തത് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ 70 രൂപ 63 പൈസ പ്ലസ് ഫേസ് വാല്യൂ 10 രൂപക്ക് 80 രൂപ 63 രൂപയൊക്കെയാണ് കൊടുത്തത്. അതായത് നന്ന താത്തിയിട്ടല്ല OFS കൊടുത്തത്. യൂണിയൻ ബാങ്കൊക്കെ നന്ന താത്തിയിട്ടേ കൊടുക്കുക. അതാണ് യൂണിയൻ ബാങ്കിന് പ്രശ്നം പൊന്താത്ത. IDFC ഫസ്റ്റ് ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ നിലവിലുള്ള മാർക്കറ്റ് റേറ്റിൽ തന്നെയാണ് ആക്ച്വലി ഈ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തിയത്. ഈ ഞാൻ ഓൾറെഡി പറഞ്ഞ 32 ബില്യൺ ഇന്ത്യൻ റുപ്പി. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എനിക്ക് തോന്നിയും ഇവർ ഇത് വാങ്ങിയത് കംപ്ലീറ്റ് ഇൻഷുറൻസ് കമ്പനീസിനെ കൊണ്ടാണ്. ഇവർ പ്രിഫറൻഷ്യൽ ഇഷ്യൂ ഇൻഷുറൻസ് കമ്പനീസിക്കാണ് കൊടുത്തത്. LIC, HDFC ലൈഫ് ഇൻഷുറൻസ്, ആദിത്യ ബിർള സൺ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് എയർലൈൻസ് ലൈഫ് ഇൻഷുറൻസ്, ICICI ലോംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, അതുപോലെ തന്നെ SBI ജനറൽ ഇൻഷുറൻസ്. ഇവർക്ക് എല്ലാവർക്കാണ് ഈ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തിയത്. എല്ലാത്തിൻ്റെ കയ്യിൽ നല്ലൊരു ബൈ LIC ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സ്റ്റോക്കിന് മേലെ. ഇതിന് പുറമെ നമ്മൾ FISൻ്റെ ഓൾറെഡി 2 ഇൻഷുറൻസ് കമ്പനി ഓൾറെഡി ഉള്ളൊരു കമ്പനിയാണ് IDFC ഫസ്റ്റ് ബാങ്ക്. ഇതിന് പുറമെ ഞാൻ FISൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ GQG പാർട്ട്നേഴ്സ് എമേർജിംഗ് മാർക്കറ്റ് ഫണ്ട് ഉണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്കിൽ നല്ല ഫണ്ടമെൻറ്റ്സ് ഉണ്ടെന്ന് അത് അത്ര പഠിച്ച് അനലൈസ് ചെയ്തതാണ് ഇവർ എൻട്രി എടുക്കുന്നത്. ആ ഒരു ഫണ്ടിന് 2.35% സ്റ്റേക്ക് IDFC ഫസ്റ്റ് ബാങ്കിൽ ഉണ്ട്. പിന്നെ പൊതുവേ നോക്കണം IDFC ഫസ്റ്റ് 30 രൂപയിൽ കിടക്കുമ്പോൾ വലിയ വാല്യൂഷൻ ഇല്ലാത്ത കമ്പനി ഇപ്പോൾ 80 രൂപയിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ PE ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഹൈലി വാല്യൂഡ് ആണെന്നൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഈ ഒരു ബാങ്കിനുള്ളത്. 2020 2843 കോടി കടമുള്ള കമ്പനി 2023 2940 കോടി ലാഭമാണ് കാണിച്ചത്. ഇതിന് തലപ്പത്തിരിക്കുന്ന CEO എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ്, കഴിവുള്ള ആളാണ് V വൈദ്യനാഥൻ സാറ്. ഈ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ IDFC ഫസ്റ്റ് ബാങ്ക് പറ്റിയുള്ള ഡീറ്റെയിൽസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. ഇത് 12ാമത്തെ 13ാമത്തെ വീഡിയോ ആണ് IDFC ഫസ്റ്റ് ബാങ്ക് പറ്റിയിട്ടുള്ളത്. ഇതൊരു ഓപ്പർച്യൂണിറ്റി ചെയ്താണ് നമ്മൾ കാണേണ്ടത്. 80 രൂപ 100 രൂപ ലെവലിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ FIS കാണുന്നത് അങ്ങനെ കിടക്കട്ടെ എന്നാണ്. ഒരു കൊല്ലമൊക്കെ കിടക്കട്ടെ. അവർ ആ ലെവലിൽ വാങ്ങിക്കൂട്ടാ DIS FIS മ്യൂച്വൽ ഫണ്ട്സും. നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ തന്നെ ചിന്തിക്കണം. ഇതൊരു ഓപ്പർച്യൂണിറ്റിയായി കണക്കാക്കാം. 80 രൂപയിൽ കിടക്കുന്ന 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഭാവിയിൽ ഒരു HDFC ബാങ്കാണ് സാധാരണ പ്രൈവറ്റ് ബാങ്കിന് കിട്ടുകയാണെങ്കിൽ എല്ലാ മാസവും SIPയിൽ 10,000 10,000 20,000 ഇട്ടിട്ട് ആ ഒരു പെർട്ടിക്കുലർ ബാങ്ക് എക്യുമുലേറ്റ് ചെയ്ത് വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു ക്ലിയർ ലോങ് ടേം ഒരു സ്റ്റോക്കാണ്. 5 കൊല്ലം വ്യൂവിൽ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പം 40 years ബില്ലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസം SIPയിൽ വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കാണ് IDFC ഫസ്റ്റ് ബാങ്ക്. ഇന്ന് ക്ലോസ് ചെയ്ത് 79.76 ആണ്. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ആക്ച്വലി ടെക്നിക്കൽ വൈസും. അതും കൂടെ ആവുകയാണെങ്കിൽ ചിലപ്പോൾ 85 റുപ്പീസിലൊക്കെ ചിലപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിലൊക്കെ പോകാനുള്ള സാധ്യത ഒരു 5% 6% കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഞാനിത് വീഡിയോ ഇടുന്നൊരു ഷോർട്ട് ടേം പർപ്പസിലേക്കല്ല, ക്ലിയർ ലോങ് ടേം പർപ്പസിലാണ്. നിലവിലുള്ള മൊമെൻറ്റം ഒരു ഓപ്പർച്യൂണിറ്റി ആയി കൊടുക്കുക. ഒരുപാട് ആളെ കമൻസിലാണ് IDFC ഫസ്റ്റ് ബാങ്ക് കയറുന്നില്ല, ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. പക്ഷേ നമ്മൾ ഇതിനെ ഒരു ലോങ് ടേം സ്റ്റോക്കായിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ബെറ്റർ സ്വിംഗ് ബേസ്ഡ് സൈഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ഒരിക്കലും IDFC ഫസ്റ്റ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇപ്പോൾ RBL ഞാൻ പറഞ്ഞ് വിശ്വസിച്ച മാതിരി IDFC ഫസ്റ്റ് ബാങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് നെക്സ്റ്റ് 5 yearsലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ RBL മാത്രം അത്ര ഫാസ്റ്റ് മൂവ്മെൻറ്റ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ തന്നെ
ഒരു 5 കൊല്ലത്തേക്ക് IDFC ഫസ്റ്റ് ബാങ്ക് വാങ്ങുകയാണെങ്കിൽ നല്ല സൂപ്പർ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. ബോണസ് ആയിട്ടും ഡിവിഡൻഡ് ആയിട്ടും ഒക്കെ ഈ കമ്പനി നല്ലൊരു ഇൻകം തരാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് IDFC ഫസ്റ്റ് ബാങ്ക്. ഇത്രയും സ്റ്റേക്ക് പ്രൊമോട്ടേഴ്സിന് 37.3% സ്റ്റേക്ക് ഉണ്ട്. FISൻ്റെ അടുത്ത് 21% സ്റ്റേക്ക് FISൻ്റെ അടുത്തുണ്ട്. DISൻ്റെയും മ്യൂച്വൽ ഫണ്ട്സിനടുത്ത് 11.64% സ്റ്റേക്ക്, അതായത് മൊത്തം 33% മേലെ സ്റ്റേക്ക്. ഒരു കമ്പനി 33% മേലെ സ്റ്റേക്ക് FIS എടുത്തും DISൻ്റെ അടുത്താണ് ഉള്ളത്. ഒരു നല്ലൊരു പോർഷൻ ഇപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലുണ്ട്. അത് മാക്സിമം കിട്ടിയതിന് ശേഷമായിരിക്കും ഷെയർ ചിലപ്പോൾ അടിച്ച് കയറ്റി കൊണ്ടുപോവുക. അതുകൊണ്ട് വളരെ പേഷ്യൻസോട് കൂടിയിട്ട് ഹോൾഡ് ചെയ്യുക. IDFC ഫസ്റ്റ് ബാങ്ക് 400-500 ടാർഗറ്റ് വെച്ചിട്ട് 5 years ടാർഗറ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാവുന്ന, അക്യുമുലേറ്റ് ചെയ്യാവുന്ന SIP ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ് IDFC ഫസ്റ്റ് ബാങ്ക്. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ അഡ്വൈസേഴ്സ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസ് മാക്സിമം ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.